ഗാസ എന്തെന്ന് പുറം ലോകത്തിന് കാണിച്ചു കൊടുത്ത ധീരനായ പത്രപ്രവർത്തകൻ അനസ് അൽ ഷരീഫ് ഇനി ഓർമ്മ. 2025 ഓഗസ്റ്റ് 10 രാത്രി ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയുടെ പുറത്ത് മാധ്യമപ്രവർത്തകരെ താമസിപ്പിച്ചിരുന്ന ടെന്റിനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. ആക്രമണത്തിൽ അൽ ജസീറ മാധ്യമപ്രവർത്തകൻ അനസ് അൽ ഷരീഫും 4 സഹപ്രവർത്തകരും കൊല്ലപ്പെട്ടു. 2023 മുതലുള്ള സംഘർഷങ്ങളിൽ ഗാസയിലെ യാഥാർത്ഥ്യങ്ങളെ ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. വ്യോമാക്രമണങ്ങൾ, കൂട്ടക്കൊലകൾ, കുടിയിറക്കങ്ങൾ, അങ്ങനെ നിരവധി അപകടങ്ങളും അടിസ്ഥാന ആവശ്യങ്ങൾക്കും ഗുരുതര ക്ഷാമത്തിന് നടുവിൽ അദ്ദേഹം ദിവസേന വാർത്താ റിപ്പോർട്ടുകൾ നൽകി. ഗാസ സിറ്റിയുടെ തെക്ക് കിഴക്കൻ ദേശങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ബോംബ് ആക്രമണങ്ങളെ വിവരിച്ചുകൊണ്ട് അൽ ഷരീഫ് എക്സിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അവസാനം റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ മിസൈൽ ആക്രമണങ്ങളുടെ ഇടിമുഴക്കമുള്ള ശബ്ദം നിറഞ്ഞു നിന്നു. 2023 നവംബറിൽ വടക്കൻ ഗാസ വിട്ടുപോകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അൽ ഷരീഫിന് ഇസ്രായേൽ സൈന്യത്തിൽ നിന്നും ഫോൺ കോളുകൾ ലഭിച്ചു. ഇസ്രായേലിന്റെ ആവർത്തിച്ചുള്ള ഉത്തരവുകളും ജീവന് നേരെ ഭീഷണികൾ വന്നിട്ടും വടക്കൻ പ്രദേശങ്ങളിൽ നിന്നും ഒഴിയാൻ അദ്ദേഹം തയ്യാറായില്ല. പിറ്റേ മാസം ജലീയയിലെ കുടുംബ വീട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് കൊല്ലപ്പെട്ടു. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കുടുംബത്തിലെ മറ്റുള്ളവരോടൊപ്പം അവരുടെ വീട് ഒഴിപ്പിക്കാൻ പിതാവിന് കഴിഞ്ഞില്ല. ആ അനുഭവത്തെ ക്രൂരവും വേദനാജനകവും എന്ന് അൽ ഷരീഫ് വിശേഷിപ്പിച്ചു.